ഹോർമൂസ് കടലിടുക്കിൽ US യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ കില്ലർ ഡോൾഫിനുകളെ വിന്യസിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. US നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ സ്ഫോടക വസ്തുക്കളും മൈനുകളും എത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോൾഫിനുകളെ ഉപയോഗിക്കാൻ ഇറാൻ ആലോചിക്കുന്നതായാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ എണ്ണക്കയറ്റുമതി തടഞ്ഞുകൊണ്ടുള്ള സാമ്പത്തിക ഉപരോധം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം. ഉപരോധത്തെ യുദ്ധത്തിന് സമാനമായ സാഹചര്യമായാണ് ഇറാൻ ഭരണകൂടം കാണുന്നത്. 2000-ൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇറാൻ ഇത്തരത്തിൽ പരിശീലനം ലഭിച്ച ഡോൾഫിനുകൾ വാങ്ങിയത്. പുറത്ത് ഹാർപൂണുകൾ ഘടിപ്പിച്ചും സ്ഫോടക വസ്തുക്കൾ വഹിച്ചും ശത്രു കപ്പലുകളെ തകർക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഡോൾഫിനുകൾക്ക് പുറമെ സമുദ്രത്തിനടിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ മുറിക്കുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇത് ആഗോള ഇന്റർനെറ്റ് ബന്ധത്തെ ബാധിച്ചേക്കാം. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള കടൽ മൈനുകളുടെ ഭീഷണി നേരിടാൻ അത്യാധുനിക സോണർ സംവിധാനങ്ങളും ഡ്രോണുകളും അമേരിക്ക സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്കയും പരിശീലനം ലഭിച്ച കടൽ ജീവികളെ ഉപയോഗിക്കാറുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ ആഗോള വിപണിയെയും എണ്ണ നീക്കത്തെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ.